ഇന്ത്യൻ വാഹന വിപണിയിൽ $2 ബില്യൺ നിക്ഷേപിച്ചിട്ടും ഇന്ത്യയിൽ നിന്ന് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഫോക്സ്വാഗൺ ഗ്രൂപ്പിന്റെ കണ്ടെത്തൽ. ഇപ്പോഴിതാ ഫോക്സ്വാഗണിന്റെ ഇന്ത്യയിലെ ഓഹരികൾ വിൽക്കാൻ പ്ലാനുണ്ടെന്നും ഇതിനായി ഇവർ ഇന്ത്യയിലെ ഒരു പ്രാദേശിക പങ്കാളിയെ തേടുന്നതായും റിപ്പോർട്ടുകൾ. $2 ബില്യൺ ചിലവഴിച്ചിട്ടും കമ്പനി ശരിയായ പാതയിൽ വളർന്നില്ല എന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ. ഇന്ത്യൻ വിപണിയിൽ ഫോക്സ്വാഗൺ ശക്തമാകുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഓഹരികൾ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എഞ്ചിനീയറിംഗ്, സെയിൽസ്, പ്രൊക്യൂർമെന്റ് എന്നിവയിൽ സംയുക്തമായി മുന്നോട്ടു പോകാൻ ശേഷിയുള്ള ഒരു പാർട്ണറെയാണ് ഫോക്സ്വാഗൺ ഗ്രൂപ്പ് ഇപ്പോൾ ഇന്ത്യയിൽ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ ഒരു പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള വിപണിയാണ്. ഫോക്സ്വാഗൺ സ്കോഡ വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ ഉയർന്ന വിലയുള്ളതിനാൽ അവരുടെ വാഹനങ്ങൾ ഒരു വൈഡർ ഓഡിയൻസിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഫോക്സ്വാഗൺ സ്കോഡ ഇവർ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങൾ പൂർണ്ണമായും യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വില കുറച്ച് വിൽക്കാൻ വേണ്ടി മറ്റ് പ്രമുഖ കമ്പനികൾ ചെയ്യുന്നത് പോലെ സേഫ്റ്റിയുടെയും ബിൽഡ് ക്വാളിറ്റിയുടെയും കാര്യത്തിൽ ഫോക്സ്വാഗൺ ഗ്രൂപ്പ് ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇതുമൂലം എതിരാളികളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫോക്സ്വാഗൺ സ്കോഡ വാഹനങ്ങൾക്ക് വില കൂടുകയും വിൽപ്പന കുറയുകയും ചെയ്തു. മഹീന്ദ്രയുമായാണ് ഫോക്സ്വാഗൺ ഗ്രൂപ്പ് ചർച്ച നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ.